രണ്ടാം റൗണ്ട് വോട്ടുനില 8850 വോട്ടുകൾ എണ്ണിത്തീർന്നപ്പോൾ പത്മജ വേണുഗോപാൽ 2105, രാജൻ ജെ പല്ലൻ 4202, കൃഷ്ണൻ 2409, റാണി ആൻജോ 28, റോസ്ലിൻ ചാക്കോ 7, അർഷദ് അസീസ് 9, രാജൻ എം 8, നോട്ട 82. 067 തൃശൂർ നിയോജക മണ്ഡലം പൂർത്തീകരിച്ചു കഴിഞ്ഞു. 63,050 വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞപ്പോൾ പത്മജ വേണുഗോപാൽ 17,549, രാജൻ ജെ പല്ലൻ 27,457, കൃഷ്ണൻ 17,170, റാണി ആൻഡ്രോ 148, റോസിൻ ചാക്കോ 70, അർഷദ് അസീസ് 52, രാജൻ എം 64, നോട്ട 570. 060 മണ്ഡലം 8. നമ്മൾ കരുതിയിരുന്നത് പോലെ ഒരു മത്സരം BJP കാഴ്ചവെക്കാൻ കഴിഞ്ഞാൽ അവരുടെ മൂന്നാം സ്ഥാനത്തേക്ക് അവർ പോയിട്ടുണ്ട്. എന്താണ് പറയാനുള്ളത്? അല്ല, തൃശ്ശൂർ ഞാൻ സ്ഥാനാർത്ഥിയായി ഇപ്പോൾ തന്നെ മാധ്യമ സുഹൃത്തുക്കളായ നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു, വലിയ ഭൂരിപക്ഷത്തിൽ തൃശ്ശൂർ ജനത തൃശ്ശൂർ നിയോജക മണ്ഡലത്തിൽ വിജയിപ്പിക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ 10,000-ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ, വലിയ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ UDF സ്ഥാനാർത്ഥിയായ എന്നെ വിജയിപ്പിച്ചിട്ടുണ്ട്. തൃശ്ശൂർ ജനതയോട് പ്രത്യേകം നന്ദി പറയുന്നു. കൂടുതൽ ലഭിച്ച ലീഡ്, നമ്മൾ പ്രതീക്ഷിച്ച പോലെ കൂടുതൽ ലഭിച്ച ലീഡ് എൻ്റെ ഉത്തരവാദിത്വം വർദ്ധിപ്പിക്കുന്നു. തൃശ്ശൂരിന് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കും. ഇത് മാത്രമേ സൂചിപ്പിക്കൂ. ആരോടാണ് നേതാക്കന്മാരോട് എല്ലാ നേതാക്കന്മാരോടും നന്ദിയുണ്ട്. പ്രത്യേകിച്ച് തൃശ്ശൂർ ജനതയോട് നന്ദിയുണ്ട്. ഇതിലൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, ഒരു വിഭാഗം രാഷ്ട്രീയ പാർട്ടികൾ ഈ ഇലക്ഷനിൽ കിറ്റ് കൊടുത്ത്, സാരി കൊടുത്ത്, മദ്യം കൊടുത്ത്, ഗൂഗിൾ പേ ചെയ്ത് പണം കൊടുത്ത്, പണത്തിൻ്റെ സ്വാധീനത്തിൽ പാവപ്പെട്ടവരായവരെ വോട്ട് ചൂഷണം ചെയ്യാൻ ശ്രമിച്ചു. ജനവിരുദ്ധ പ്രവർത്തനങ്ങളിലൂടെ, ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങളിലൂടെ വോട്ട് ചൂഷണം ചെയ്യാൻ ശ്രമിച്ചു. അതിനുള്ള ചുട്ട മറുപടിയാണ് തൃശ്ശൂർ ജനത നൽകിയത്. പാവങ്ങളെ ചൂഷണം ചെയ്ത് അവരെ പണം കൊടുത്ത് സ്വാധീനിച്ച് വോട്ട് വാങ്ങാൻ ശ്രമിച്ച രാഷ്ട്രീയ പാർട്ടികളോടുള്ള ശക്തമായ എതിർപ്പാണ് എനിക്ക് തോന്നുന്നു ഈ ലീഡ് വന്നേക്കാൻ. BJP അട്ടിമറി ജയം പ്രതീക്ഷിച്ച ഒരു മണ്ഡലമാണ് തൃശ്ശൂർ. അവിടെയാണ് മേയറിൽ നിന്നും MLA-യിലേക്കുള്ള വളർച്ച. അത് ശരിയാണ്. BJP മാത്രമേ പ്രതീക്ഷിച്ചുള്ളൂ, വേറെ ആരും പ്രതീക്ഷിച്ചില്ല. അതാണ് അതിൻ്റെ പ്രശ്നം. BJP മാത്രമേ പ്രതീക്ഷിച്ചുള്ളൂ. അത് BJP-യിലെ ഒരു വിഭാഗം ആൾക്കാർ മാത്രമേ പ്രതീക്ഷിച്ചുള്ളൂ. എനിക്ക് തോന്നുന്നത് BJP-യിലെ ആത്മാർത്ഥമായ പ്രവർത്തകരെ അത് പ്രതീക്ഷിച്ചിട്ടില്ല. BJP മൂന്നാം സ്ഥാനത്തേക്ക് പോയി. ഞാൻ നിങ്ങളോട് തന്നെ സംസാരിച്ചിരുന്നു, BJP മൂന്നാം സ്ഥാനത്ത് പോകും, BJP ആയിട്ടല്ല മത്സരം എന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു. നിങ്ങളോട് മുമ്പ് തന്നെ ഇലക്ഷൻ ഡിക്ലർ ചെയ്ത് ഞാൻ സ്ഥാനാർത്ഥിയായപ്പോൾ തന്നെ മാധ്യമ സുഹൃത്തുക്കളായ നിങ്ങളോട് സംസാരിച്ചിരുന്നു. ഞാൻ BJP ആയിട്ടല്ല, LDF ആയിട്ടാണ് സ്വാഭാവികമായിട്ട് മത്സരം എന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയൊക്കെ വലിയ ഭൂരിപക്ഷം നേടിയ ഒരു സ്ഥലമാണ്. ആ സ്ഥലത്താണ് 14,000 വോട്ട് എന്നുള്ള തിരിച്ച് വലിയൊരു മത്സരം. ആ ഭൂരിപക്ഷം നേടിയതിനു ശേഷം സുരേഷ് ഗോപി തൃശ്ശൂരിനോട് കാണിച്ച നന്ദിയുടെ ഒരു വീട് കൂടിയാണ്. തൃശ്ശൂരിനോട് കാണിച്ച നന്ദികേടും തന്നെ പറയാം. സുരേഷ് ഗോപിക്ക് കൊടുത്ത മറുപടിയാണ്. തീർച്ചയായിട്ടും തൃശ്ശൂർ ഗോപി വളരെ പ്രതീക്ഷയോടെ ജനങ്ങൾ വിജയിപ്പിച്ചു. ആ പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് സുരേഷ് ഗോപി വിജയിച്ചില്ലെന്ന് മാത്രമല്ല, അത്രയ്ക്ക് ജനങ്ങൾ ഒഴിവാക്കി. ബിജെപിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ മുഴുവൻ ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ അതെങ്ങനെ കളിച്ചു വെച്ചാൽ, ഞാൻ ഒന്ന് UDF-ന് അനുകൂലമായ ഒരു രാഷ്ട്രീയ തരംഗം സംസ്ഥാനത്തുള്ളത് പോലെ തന്നെ തൃശ്ശൂർ നിയോജക മണ്ഡലത്തിലുമുണ്ട്. മാത്രമല്ല, ഞാൻ മേയറായി ഇപ്പോൾ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ ഇന്ന് ജനങ്ങൾ ഓർക്കുന്നു എന്നുള്ളത് ഞാൻ നോക്കി കാണുകയാണ്. ഓക്കെ, താങ്ക് യു.